കൊട്ടുകാളി സ്റ്റാറിംഗ് അന്നാഭൻ സുരി, ഡയറക്ടഡ് ബൈ PS വിനോദ്രാജ്, പ്രൊഡ്യൂസ് ബൈ ശിവകാർത്തികേയൻ. രണ്ട് കുടുംബത്തിന്റെ യാത്രയാണ് മീന എന്ന അന്നാഭന്റെ ക്യാരക്ടറിനെ കൂട്ടിക്കൊണ്ട് ഒരു റിച്വൽ ചെയ്യിപ്പിക്കാൻ. ആ ഒരു യാത്രയിലൂടെയാണ് PS വിനോദ്രാജ് നമ്മുടെ കഥ പറയണത്. സ്റ്റോറി ടെല്ലിംഗ് വാവ്, അത്രയും മനോഹരമായിട്ടാണ് PS വിനോദ്രാജ് നമ്മുടെ കഥ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇത്രയും മനോഹരമായ സിനിമ പോലും ഞാൻ ഈ അടുത്ത് കണ്ടിട്ടില്ല. അത്രയും ഇന്റൻസ് ആൻഡ് ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടാണ് എനിക്ക് കൊട്ടുകാളി എന്ന സിനിമ ഫീൽ ചെയ്തത്. 4 പേര് ബൈക്കിലും ബാക്കിയുള്ളവർ ഓട്ടോയിലും, അങ്ങനെ ഒരു ഏകദേശം 10 പേര് വെച്ചുള്ള ഒരു യാത്രയാണത്. ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 10 പേരുടെയും ഇമോഷൻ, അവരുടെ പെയിൻ, അവരുടെ സ്ട്രഗിൾ എല്ലാം ഈ 1 മണിക്കൂർ 44 മിനിറ്റ് നമ്മളെ കൊണ്ട് റൈറ്റർ ഡയറക്ടറിനെ ഫീൽ ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഫാന്റാസ്റ്റിക് വർക്ക് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല റിയലിസ്റ്റിക് എക്സിക്യൂഷൻ കൂടെയാണ് ഈ സിനിമയ്ക്ക്. വളരെ റോ ആൻഡ് ഡീറ്റെയിലിങ്ങിലൂടെയാണ് എല്ലാം കാണിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് ആനിമേഷൻ ഒന്നും ഹാം ചെയ്തിട്ടില്ല, പക്ഷേ ഇതിനകത്തൊരു പൂവങ്കുഴിയുടെ തലയൊക്കെ വെട്ടിമുറിക്കുന്നത് കാണാൻ പറ്റും. അതൊക്കെ CGI ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ക്ലൈമാക്സിൽ റിച്വൽ സീൻ, അതും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടാണ് തോന്നിയത്. എല്ലാം പച്ചയ്ക്ക് കാണിക്കുന്നുണ്ട്. ഈ നാട്ടിൻപുറത്തെ കുറേ അന്ധവിശ്വാസങ്ങളും പെരുമാറ്റങ്ങളും രീതികളും ഒക്കെയാണ് കാണിക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ പോർട്രേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പെർഫോമൻസസ് അത് എടുത്ത് പറയാനാണ് അന്നാബൻ്റെയും സുരിയുടെയും. അന്നാബൻ്റെ തമിഴ് ഡബ്യൂ കൂടെയാണ്. ആൻഡ് അമേസിങ് പെർഫോമൻസസ് തന്നെയാണ് അന്നാബൻ ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അന്നാബൻ്റെ അഭിനയത്തെ പറ്റി കുറേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ ഈ സിനിമയിൽ കണ്ണാടിയിലോട്ട് നോക്കി ഇമോഷണൽ കൺട്രോൾ ചെയ്ത് അഭിനയിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അതൊരു ഗംഭീര പ്രകടനമായിട്ടാണ് ഫീൽ ചെയ്തത്. ആ ഒരു മൊമെന്റിൽ തന്നെയാണ് സുരിയുടെയും പെർഫോമൻസ് പീക്കിലെത്തുന്നത്. ഇവർ രണ്ടുപേരുടെയും ക്യാരക്ടർ ആർക്കും പെർഫോമൻസ് ഒരു വലിയ ഹൈലൈറ്റ് തന്നെയാണ് സിനിമയുടെ. ഇമോഷൻ എല്ലാം കൺട്രോൾ ചെയ്ത് പൊട്ടിത്തെറിക്കുന്നത് പ്രീ ഇന്റർവെൽ സീനിലാണ്. ആ ഒരു സീൻ വേറെ ലെവലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഈ സിനിമ തീരുന്നതും സുരിയുടെ ക്യാരക്ടറിലൂടെ കാണിച്ചിട്ടാണ്. ചിലവർക്ക് അല്ലെങ്കിൽ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് ക്ലൈമാക്സ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം, പക്ഷെ വേറൊരു സൈഡ് നോക്കിയാൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി. ഡയറക്ടർ നമുക്ക് ഫ്രീഡം തരികയാണ്, എന്ത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആ ഒരു സീൻ എടുക്കാം എന്നാണ് കാണിച്ചിരിക്കുന്നത്. വിഷ്വൽസ് അതിമനോഹരമായിരുന്നു. സൗണ്ട് ഡിസൈൻ, DOP, എഡിറ്റിംഗ് എല്ലാം ഫാന്റാസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. മ്യൂസിക് അധികം ഇല്ല, മോസ്റ്റ്ലി സൗണ്ട് ഡിസൈനിലൂടെയാണ് ഡയറക്ടർ ഈ സിനിമ ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാണണം എന്നൊരു കൊതി തോന്നില്ലേ? എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തായിരുന്നു. ആൻഡ് ഈ സിനിമ ഇസ് നോട്ട് ഫോർ ദ മാസസ്. ഒരു റിയലിസ്റ്റിക് സ്ലോ മോഡാണ്, നല്ല പേഷ്യൻസ് വേണം, പക്ഷേ ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി. എല്ലാ സിനിമ പ്രേമികൾക്കും ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യണം. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്.